ദാ വന്നു ദേ പോയി. വേറെയൊന്നുമല്ല, ഭാരത് റൈസിന്റെ കാര്യമാണ് പറഞ്ഞത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് തട്ടാൻ വേണ്ടി സ്വന്തം പടമൊക്കെ ഒട്ടിച്ച് മോദിജി ഇറക്കിയ അരിയാണ് ഭാരത് റൈസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഒരു മാസം മുൻപ് മാത്രം കൊണ്ടുവന്ന ഭാരത് റൈസ് തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്ന് വിവരമുള്ളവരൊക്കെ അന്ന് തന്നെ പറഞ്ഞതാണ്. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് കേന്ദ്ര ഏജൻസി നേരിട്ട് അരി വിതരണം ഏറ്റെടുത്തതും വൻ പ്രചരണം നടത്തി BJP കേന്ദ്രങ്ങളിൽ വിതരണം നടത്തിയപ്പോഴും അത് ഉറപ്പായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അരി വിതരണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു സംഘികൾ. അല്ലെങ്കിൽ തന്നെ മലയാളികൾക്ക് വേണ്ടാത്ത പശയുള്ള പച്ചരിയാണ് ഭാരത് റൈസ് എന്ന പേരിൽ ഇറക്കിയത്. പാവപ്പെട്ടവരുടെ റേഷൻ വിഹിതം കവർന്നെടുത്ത് FCI ഗോഡൌണുകളിൽ നിന്ന് 18 രൂപയ്ക്ക് വാങ്ങി 11 രൂപ ലാഭമെടുത്ത് 1 കിലോയ്ക്ക് 29 രൂപയ്ക്കാണ് സംഘികൾ ഭാരത് റൈസ് കൊണ്ടുവന്നത്. ഇപ്പൊ ഭാരതവുമില്ല, അരിയുമില്ല. പിന്നെ സംസ്ഥാന സർക്കാർ റൈസ് എന്ന പേരിൽ അസൽ പുഴുക്കൽ അരി കൊടുക്കുന്നുണ്ട്. മോദിയെപ്പോലെ 11 രൂപ ലാഭമെടുത്തല്ല, പൊതുമാർക്കറ്റിൽ നിന്ന് 40 രൂപയ്ക്ക് വാങ്ങി 10 രൂപ 70 പൈസ നഷ്ടം സഹിച്ചാണ് കേരളം അടിപൊളി അരി കൊടുക്കുന്നത്. റൈസ് ഒരു തെരഞ്ഞെടുപ്പ് അടവല്ല, അതിപ്പോഴും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുമുണ്ട്. സംഘിക്കുട്ടന്മാരെല്ലാം ചെന്ന് വാങ്ങിയാട്ടെ.